ബജ്രംഗി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തങ്ങളാണെന്ന തിരിച്ചറിവിന് അഭിവാദ്യങ്ങൾ നേരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. നടൻ മോഹൻലാലിനും പുതിയ ചിത്രം എമ്പുരാനും പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സംഘപരിവാറിന്റെ വിദ്വേഷ ഫാക്ടറിയിലെ വെറുപ്പും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് നേർക്ക് തുപ്പേണ്ടെന്ന് രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. മോഹൻലാൽ എന്ന ബ്രാൻഡിന് കോട്ടം വരുത്താനുള്ള കെൽപ്പൊന്നും ബജ്രംഗികൾക്ക് വാളയാർ അതിർത്തികൾക്കിപ്പുറം ഈ നാടിൽ തന്നിട്ടില്ലെന്നും രാഹുൽ കുറിച്ചു. ബജ്രംഗി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തങ്ങളാണെന്ന തിരിച്ചറിവിന് അഭിവാദ്യങ്ങൾ നേരുന്നു എന്നും രാഹുൽ പരിഹസിച്ചു. സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കുമെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും തുടങ്ങി നട്ടാൽ കിളിർക്കാത്ത നുണയും അപരമത വിദ്വേഷവുമായി ഇറങ്ങിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ചവർ തന്നെയാണ് എമ്പുരാനെതിരെ കടന്നു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എമ്പുരാൻ റിലീസ് ദിവസം തന്നെ കണ്ടുവെന്നും മേക്കിംഗ് കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും മലയാളം പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ് എമ്പുരാൻ എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ടിക്കറ്റ് എടുത്തവർക്ക് ഓരോ ഫ്രെയിമിനും മുതലാകുന്ന സിനിമയാണ് എമ്പുരാൻ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു. ഇന്നലെ തന്നെ എമ്പുരാൻ കണ്ടിരുന്നു. KGFും പുഷ്പയും ഒക്കെ വന്നു മലയാളക്കല കീഴടക്കി പോയപ്പോൾ മലയാളികൾ കൊട്ടും കുരയുമായി ആർത്തു വിളിച്ചപ്പോഴും ഇങ്ങനെയൊന്നും നമുക്കില്ലല്ലോ എന്ന് തെല്ലും അസൂയ നമുക്കുണ്ടായിരുന്നു. കേരളത്തിന്റെ ആ ഒരു പ്രാദേശിക അഭിമാന ബോധത്തിലേക്കാണ് പൃഥ്വിരാജ് എമ്പുരാനിലൂടെ സേഫ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. മേക്കിംഗ് കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും മലയാളം പറയുന്ന ഒരു പാൻ ഇന്ത്യ സിനിമ തന്നെയാണ് എമ്പുരാൻ. മോഹൻലാലും മഞ്ജു വാര്യരും പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂടും ബൈജു സന്തോഷ് തൊട്ട് പേരറിയാത്ത വിദേശ അഭിനേതാക്കൾ വരെ തകർത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തവർക്ക് ഓരോ ഫ്രെയിമും മുതലാകുന്നുമുണ്ട് എന്ന് ചുരുക്കം. എന്നാൽ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കുമെതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും തുടങ്ങി നട്ടാൽ കേൾക്കാത്ത നുണയും അപരമത വിദ്വേഷവുമായി ഇറങ്ങിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ച എമ്പുരാനെതിരെ കടന്നു വന്നിരിക്കുന്നത്. ബജ്രംഗി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തങ്ങളാണെന്ന തിരിച്ചറിവ് എന്തായാലും അഭിവാദ്യങ്ങൾ. ആ തിരിച്ചറിവിന് നാളുകളിലേക്കുള്ള തിരുത്തലിന് കാരണമാകട്ടെ. എന്തായാലും സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് നേർക്ക് തുപ്പേണ്ട. പുരികക്കൊടി തൊട്ട് വിരൽ വരെ അഭിനയിക്കുന്ന മഹാപ്രതിഭയെന്നും തെല്ലും അതിശയോക്തി കലർത്തി ഈ നടനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പല പതിറ്റാണ്ട് കാലത്തായി അദ്ദേഹം പകർന്നാടിയ വേഷങ്ങളുടെ അഭിനയത്തിവ് കൊണ്ട് തന്നെയാണ്. മലയാളത്തിന്റെ തലപ്പൊക്കമുള്ള 2 ബ്രാൻഡുകൾ ഒന്നാണ് മോഹൻലാൽ. ഇത് ബിഗ് MS എന്നതിനൊരു കോട്ടം വരുത്താനുള്ള കെൽപ്പൊന്നും ബജ്രംഗികൾക്ക് വാളയാർ അതിർത്തികൾക്കിപ്പുറം നാട് തന്നിട്ടില്ല, തരികയുമില്ല. സബർമതി പുഴയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയാലും അതിൽ നിങ്ങൾ എത്ര കഴുകിയാലും മായാത്ത കറയാണ് നിങ്ങളുടെ ചെയ്തികളിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ളത്. ആ അഴുക്കിന്റെ അഹങ്കാരത്തിൽ മോഹൻലാലിനും സിനിമയ്ക്കും നേരെ ചാടേണ്ട. അതുകൊണ്ട് വിട്ടുപിടി മോനെ, അപ്പച്ചെടിയിൽ അരി വറുക്കരുതേ, തൊട്ര പാക്കലാം.